നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞതാണ് 42 വയസ്സുള്ള ദീപക് എന്ന് വിളിക്കുന്ന യുവാവ് കോഴിക്കോട് ബസ് യാത്ര നടത്തുന്നതിന്റെ ഇടയില് ഒരു പെൺകുട്ടി അവന്റെ ഒരു വീഡിയോ, അവൻ തന്നെ ശരീരത്തിൽ മുട്ടുരുമി തന്നെ സ്പർശിച്ചു, പീഡിപ്പിച്ചു എന്ന പേരിൽ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ വീഡിയോ വൈറലായതോടുകൂടി അപമാന ഭയം താങ്ങാനാകാതെ ആ യുവാവ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിക്കുകയുണ്ടായി. ആ പെൺകുട്ടിയുടെ പ്രൊഫൈലിൽ കയറി നോക്കിയ സമയത്ത് മനസ്സിലായത് ആ പെൺകുട്ടി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ മനസ്സ് മനസ്സിലാക്കി മനസ്സിനെ വേദനിപ്പിക്കാതെ മനുഷ്യർക്ക് ട്രോമ ഉണ്ടാകാതെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന മനുഷ്യരാണ്. ഇങ്ങനെ ചെയ്യേണ്ട ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ഒരു യുവാവിന്റെ ജീവിതം വഴിയാധാരമാകുമെന്ന് ഉറപ്പായിട്ടും ഇങ്ങനെ ചെയ്തത് തീർച്ചയായിട്ടും സാധാരണ ഒരു മനുഷ്യൻ ഒരു പെൺകുട്ടി ചെയ്യുന്നതിനേക്കാൾ 1000 മടങ്ങ് കുറ്റകരമാണ്. ഒരുപക്ഷെ നിയമപരമായി ഇത് ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമായി നിലനിൽക്കുമെങ്കിലും ഈ തരത്തില് സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടികൾ പുരുഷന്മാർക്കെതിരെ ചെയ്യാം, അല്ലെങ്കിൽ ഈ തരത്തിൽ ഒരാളുടെ ചിത്രമെടുത്ത് അപമാനപ്പെടുത്താം എന്നുള്ള കാര്യം 2 വട്ടം ചിന്തിക്കേണ്ടതുണ്ട്. ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്യാനുള്ള ചേതാവികാരം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആ പെൺകുട്ടികൾക്ക് മുമ്പ് തന്നെ പലരും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്കെതിരെ വീഡിയോ ഇട്ട് വൈറലായതിന്റെ പശ്ചാത്തലത്തിലാണ്. ആ വീഡിയോയുടെയൊക്കെ താഴെ ആൾക്കാർ നടത്തുന്ന അതിക്രൂരമായ അധിക്ഷേപത്തിലൂടെ ആ വീഡിയോകൾക്ക് കിട്ടുന്ന റീച്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ദീപക് ആത്മഹത്യ ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ദീപക് എല്ലാ കാലവും സോഷ്യൽ മീഡിയയിൽ കുടുംബത്തിൽ കയറ്റാൻ കൊല്ലാത്തവൻ, ആഭാസൻ അല്ലെങ്കിൽ ലൈംഗിക മനോരോഗി എന്ന തലത്തിലേക്ക് സമൂഹത്തിൽ ഒരു മുദ്ര കുത്തപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് തന്റെ ആത്മഹത്യയിലൂടെ തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ആ യുവാവിനുണ്ടായത്. ഇനിയെങ്കിലും ഇത്തരത്തിൽ ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾ ഇടുന്ന കമന്റിലൂടെ പ്രോത്സാഹനം നൽകാതിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മലയാളികളുടെ സ്വഭാവം യാതൊരു മുൻവിധിയും ഇല്ലാതെ ആൾക്കാർക്കെതിരെ ക്രൂരമായിട്ട് നടത്തുന്ന അധിക്ഷേപം, അവർക്കെതിരെ താഴെ ചെന്നിട്ട് നടത്തുന്ന അധിക്ഷേപം എത്രത്തോളം വ്യാപകമാണ് മലയാളികൾ നടത്തുന്നത്. വളരെ ക്രൂരമായിട്ട് നടത്തുന്ന ഈവൻ അതിലൊരു ഇര ഞാനുമാണ്. എന്റെയൊക്കെ വീഡിയോയുടെ താഴെ കഷ്ടപ്പെട്ട് പഠിച്ച് ഡോക്ടറായിട്ട് പോലും വ്യാജ ഡോക്ടർ എന്നും പല തരത്തിലുള്ള ആവാസങ്ങളെ അച്ഛനും അമ്മയ്ക്കും വരെ ചീത്തവിളി കേൾക്കുന്ന ഒരു സാഹചര്യം ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേർക്കുണ്ട്. മനുഷ്യർ ഇത്തരത്തിലുള്ള ആവാസങ്ങൾ താങ്ങാനാകാതെ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള ഡിപ്രഷനിലേക്കോ ചെന്നെത്തുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് നിങ്ങളാണ്, കമന്റ് ഇടുന്നവരാണ്. ഇത്തരം പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നവരും കമന്റ് ഇടുന്ന നിങ്ങളെ പോലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കുക. ഒരു ദീപകിന്റെ ആത്മഹത്യയിലൂടെ മാത്രം തൽക്കാലം 2 ദിവസത്തേക്ക് മാത്രം നിൽക്കുന്ന ഒരു വാർത്തയാകാതെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെ സൂക്ഷിച്ചു മാത്രം ഹാൻഡിൽ ചെയ്യുക. ഇത്തരത്തിൽ വീഡിയോ ഇടുന്നവരും വൈറലാകുന്നതിന് ശ്രമിക്കുന്നവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. കടുത്ത നിയമ നടപടികൾ ഇതിനെതിരെ ഉണ്ടാകണം. ബസ്സിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് അവർക്ക് വേണ്ടിയും നിയമം കർശനമായിട്ട് നിൽക്കണം. ഒന്ന് ഷെയർ